10 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്, അലിൻ ഷെറിൻ എബ്രഹാം. ഒരു വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ചു. പക്ഷേ താങ്ങാനാവാത്ത ആ ദുഃഖത്തിനിടയിലും ആ മാതാപിതാക്കൾ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന ഒരു തീരുമാനമെടുത്തു: മകളുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ. അപ്പോ ഒരു വലിയ ദുരന്തം എങ്ങനെയാണ് പ്രതീക്ഷയുടെ പ്രതീകമായി മാറിയതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിന്ന് നമ്മൾ അറിയേണ്ട 3 പ്രധാന കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം ഈ ദാനത്തിന്റെ വ്യാപ്തിയാണ്. കുഞ്ഞിന്റെ വൃക്കകൾ, കരൾ, പിന്നെ ഹൃദയവാൽവുകൾ ഇവയെല്ലാമാണ് ദാനം ചെയ്തത്. ഇതിൽ തന്നെ ആ 2 വൃക്കകളും തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ ചികിത്സയിലുള്ള 10 വയസ്സുള്ള വേറൊരു കുട്ടിക്ക് ഒരു പുതിയ ജീവിതം തന്നെ നൽകും. രണ്ടാമതായിട്ട് ആ മാതാപിതാക്കളുടെ ആ ഒരു മനസ്സ് ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട ആ ഒരു നിമിഷത്തിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ അവർ കാണിച്ച ആ ധൈര്യം. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞതുപോലെ ഇതൊരു സാധാരണ തീരുമാനമല്ല, ഇത് മനുഷ്യത്വത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അവസാനമായിട്ട് ഈ ഒരൊറ്റ സംഭവം നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയൊരു ചലനം നോക്കൂ. ഈ ഒരു തീരുമാനം കേരളത്തിൽ അവയവദാനത്തെക്കുറിച്ചുള്ള അവബോധം എത്രത്തോളം വർദ്ധിപ്പിച്ചുവെന്ന്. അതായത് ഒരു വ്യക്തിപരമായ ദുരന്തത്തെ എങ്ങനെ മറ്റുള്ളവർക്കുള്ളൊരു പ്രത്യാശയാക്കി മാറ്റാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. ചുരുക്കി പറഞ്ഞാൽ, കടുത്ത ദുഃഖത്തിനിടയിലും നിരാശയ്ക്ക് പകരം അനുകമ്പയും നഷ്ടത്തിന് പകരം ജീവനും തിരഞ്ഞെടുത്ത ആ മാതാപിതാക്കളുടെ തീരുമാനം നമ്മൾ ഒരിക്കലും മറക്കില്ല.